ഗായ്സ്, അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് ഒരു കുന്ന് ഹോട്ട് വീൽസ് ഉണ്ട്. അപ്പോൾ ഞാനിത് പല സമയങ്ങളിലായിട്ട് മേടിച്ചതാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാമെന്ന് വെച്ച് അങ്ങനെയാണ് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഞാനപ്പോൾ എൻ്റെ ഹോട്ട് വീൽസൊക്കെ ഇങ്ങനെ അടുക്കി അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നട്ടുച്ച സമയമാണ്, ഏകദേശം 12:30 മണിയായി. അപ്പോഴാണ് ഞാൻ ഈ ടെറസിനെ മണ്ടേ കയറുന്ന ഈ പ്രാന്ത് കാണിക്കുന്നത്. ഇതുണ്ട്, വെയിൽ കേട്ടോ, കറക്റ്റ് നേരെ അടിക്കുന്നുണ്ട് നേരിൽ. അപ്പം സൂര്യൻ്റെ തലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ എനിക്ക് എന്തിൻ്റെ കേടാണെന്നറിയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. സോ ഫസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന മോഡൽ എന്ന് വെച്ചാൽ കോണിസെക്കിൻ്റെ ജെസ്കോ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/24 ഒക്കെ മേടിക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഹോട്ട് വീൽസിൻ്റെ മോഡൽ നമ്മുടെ കിട്ടിയത്. അപ്പോൾ ഏതായാലും ഒരു വഴിക്ക് പോയതല്ലേ എന്ന് കണ്ട് ഞാൻ 2 എണ്ണം എടുത്തു. അവിടെ 2 എണ്ണം ഉള്ളായിരുന്നു, ആ 2 ഞാനിങ്ങ് എടുത്തു. ഇരിക്കട്ടെന്ന് വെച്ചു. എന്തായാലും വേറെ കളർ ഷെയ്ഡുകൾ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു, പക്ഷേ കിട്ടിയ 2 ഞാനിങ്ങ് തൂക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന കോണിസെക്കിൻ്റെ 2 മോഡൽ. അപ്പോൾ ഇതിലൊരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചു തരാം. ഇതാണ് മോഡൽ. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, റിയർ നോക്കിയാലും ഫ്രണ്ട് നോക്കിയാലും അത്യാവശ്യം നല്ല ഡീറ്റെയിലൊക്കെ ഉണ്ട്. അപ്പോൾ 2 എണ്ണം മേടിച്ചുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം അൺബോക്സ് ചെയ്തത്. ഒരെണ്ണം കാർഡിൽ തന്നെ വെക്കും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് 2 മോഡൽ എന്ന് പറയുന്നത് കോണിസെക്കിൻ്റെ ജെസ്കോ. നെക്സ്റ്റ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചാണ് പോണ്ടിയാക്കിൻ്റെ ഒരു വണ്ടി, ഫയർബേർഡ് എന്ന് പറയുന്ന വണ്ടി. സോ ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്, കസ്റ്റം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എന്താ ഇവിടെ ഒരു അടിപൊളി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടാണ് ഞാനിത് എടുത്തത്. ഇതാരും എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ കുറേ കാറ് കിടപ്പുണ്ടായ കൂടാതെ ഈ ഒരു ഒറ്റൊരെണ്ണം കിടപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു വണ്ടി എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡിൻ്റെ തന്നെ വണ്ടിയാണ്, BMW. BMWൻ്റെ ഒരു 2002 മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കിട്ടിയ പാടെ BMW ആയതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചു. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ BMW. അപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ലിയും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുന്നത് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുണ്ട്. അത് ഞാൻ തന്നെ പെയിൻ്റ് അടിച്ച് ചെയ്യും. ഈ ഗ്രില്ലിക്കൊക്കെ ഒരു ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ നമ്മളിത് പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത മോഡൽ എന്ന് പറയുന്നത് BMWൻ്റെ 2002 ഒരു മോഡൽ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്ത മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ ഹോട്ട് വീൽ എല്ലാം കൂടെ കാണിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഡോഡ്ജിൻ്റെ SRT എന്ന് പറയുന്ന മോഡൽ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ചാർജറാണ്, ചലഞ്ചറല്ല ചാർജർ, SRT. അപ്പോൾ ഇതാണ് ഒരു മോഡൽ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ജാഗ്വാറിൻ്റെ XJC എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് 2025 കാസ്റ്റിംഗ് ആട്ടോ. ഇത് ഞാൻ റെഫറൻസ് ഒക്കെ വെച്ച് നോക്കി, ഇതേപോലെ തന്നെ ഫ്രണ്ട് നോക്കിയാലും റിയർ സ്റ്റിക്കർ വർക്ക് എല്ലാം അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. ഇതാണ് നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അടുത്തതും ജാഗ്വാറിൻ്റെ തന്നെ മോഡലാണ്, MK1 മാർക്ക് 1 എന്ന് പറയുന്ന മോഡൽ. കുറച്ച് വിൻറ്റേജ് സാധനമായിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ ഫ്രണ്ടൊക്കെ നോക്കി അടിപൊളി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മോഡൽ. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൈഡിൽ ഇതാ ഗുഡിയർ എന്ന് കൊടുത്തിട്ടുണ്ട്, ടയറിൻ്റെ ബ്രാൻഡില്ലേ അത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലൊക്കെ ഇതിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ കാർഡ് പൊട്ടിച്ച് ഞാൻ തന്നെ വെളിയെടുക്കാത്തതുകൊണ്ട് എത്രമാത്രമാണ് എൻ്റെ ഫിനിഷിംഗ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കവറിൻ്റെ കാണുമ്പം അത്യാവശ്യം നല്ല ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ജാഗ്വാറിൻ്റെ അടുത്തൊരു മോഡൽ. നെക്സ്റ്റ് ഒരു F1 കാറാണ്, ഫോർമുല E. അപ്പോൾ ഇതിൻ്റെ പുറകിൽ മെക്ലാരൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഈ വണ്ടി ഞാൻ കണ്ടിട്ട് ഇത് ഫാൻസിയാണെന്ന് വിചാരിച്ച് എടുക്കായിരുന്നതാണ്. പിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെയൊരു വണ്ടി ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഒരു സാധനം എടുത്തത്. നിയോം, അത് തന്നെ ഫോർമുല E Gen 3 എന്ന് പറയുന്നൊരു മോഡൽ. ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫോർമുല 1 എൻ്റെ ഇല്ല, അതുകൊണ്ട് ഇരിക്കട്ടെന്ന് വെച്ചു. ഇതാണ് അടുത്ത മോഡൽ. നെക്സ്റ്റ് ഈ കാണുന്ന ഉട്ടോപ്പിയ എന്ന് പറയുന്ന മോഡൽ കേട്ടോ. ഇത് ഞാൻ കവർ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഈ പോസ്റ്റർ കാർ എന്ന് പറഞ്ഞ ബ്രാൻഡില്ലേ, ആ ബ്രാൻഡിൻ്റെ ഒരു കാർ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഉട്ടോപ്പിയ ഇരിപ്പുണ്ട്. പക്ഷേ ഓൺലൈനിൽ എൻ്റെ പ്രൈസ് കാണിക്കുന്നത് 899 ആ ഷോപ്പിൽ അതിൻ്റെ പ്രൈസ് 1500 ആണ്. അതുകൊണ്ട് ഞാൻ എടുക്കാതെ കണ്ട് പോകുന്നു. പക്ഷേ അത് ഭയങ്കര ഫിനിഷിംഗ് ആണ്. പോസ്റ്റർ കാറിൻ്റെ ബ്രാൻഡ് അറിയാവുന്നവർക്കറിയാം, ഭയങ്കര ഫിനിഷിംഗ് ഉള്ള വണ്ടിയാണ്. അത് മേടിക്കണമെന്ന് കണ്ടിരുന്നപ്പോഴാണ് എനിക്കത് ഈ ഒരു ഐറ്റം കിട്ടിയത്. സെയിം സാധനം തന്നെ ഉട്ടോപ്പിയ. പക്ഷേ ഹോട്ട് വീലും അതും തമ്മിൽ നല്ല ഡീറ്റെയിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല രസമാണ്. എനിക്ക് പഗാനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ഉട്ടോപ്പിയ. കാരണം അതൊരു ഉരുണ്ട ഷേപ്പിലൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പം നെക്സ്റ്റ് വണ്ടിയാണ് ഈ പഗാനിയുടെ ഉട്ടോപ്പിയ എന്ന് പറയുന്ന മോഡൽ. ഇത് കവർ തുറന്ന് വെച്ചതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചത്. ഇതാണ് ഒരു വണ്ടി. ബ്ലൂ അല്ലേ, ബ്ലൂ ഇത് നമ്മുടെ BMW ബ്ലൂവിൻ്റെ കൂടെ ഇരിക്കട്ടെ. അടുത്ത വണ്ടിയാണ് നമ്മുടെ പോർഷയുടെ 911 ടർബോ കാബ്രിയോലെറ്റ് എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ഇത് ഞാൻ എറണാകുളത്തൊരു കടയിൽ ചോദിച്ചിട്ട് ശരി മേടിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഫസ്റ്റ് ക്രൈ പോയപ്പോൾ കണ്ടത്. അതുകൊണ്ട് അവിടെ നിന്ന് മേടിക്കേണ്ടി വന്നില്ല.
പിന്നെ അവർ കോംബോ ആയിട്ട് കൊടുക്കത്തുള്ളായിരുന്നു, ഒരു ഫാൻസി കാറും ഈ കാറും ഈ മെയിൻ ലൈൻ കാറുമായിട്ട് കൊടുക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ മേടിക്കണോ എന്നും കണ്ടിരുന്നപ്പോഴാണ് ഇത് നമുക്ക് കിട്ടിയത്. ആൻഡ് പോർഷയുടെ ഒരു പ്രീമിയം കാർ നമ്മുടെ ഇരിപ്പുണ്ട്, ഹോട്ട് വീൽസിൻ്റെ. അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളൊരു വണ്ടി, പോർഷയുടെ മറ്റൊരു വണ്ടിയാണ് ഇത്. ഇതിൻ്റെ ഈ ഒരു പിങ്ക് ഇൻറ്റീരിയർ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിത് എന്തെങ്കിലും കാർഡ് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ബ്ലാക്ക് ആക്കുന്നതായിരിക്കും. ഇപ്പോൾ പൊട്ടിക്കാൻ വലിയ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു വണ്ടി. അടുത്ത വണ്ടി എന്ന് പറയുന്നത് മാസ്ഡയുടെ 787B എന്ന് പറയുന്ന വണ്ടിയാണ്. ഒരു ഒരു ഫോർമുല 1 പോലെ ഇരിക്കുന്നൊരു വണ്ടി. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഇതിനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ടയറും റിയർ ടയറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. റിയൽ ലൈഫിലും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ടിയും മാസ്ഡയുടെ തന്നെയാണ്, RX-7 ഡ്രിഫ്റ്റ് ഡ്രാപ്പർ എന്ന് പറയുന്ന ഒരു വണ്ടി. സോ ഇതും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. സ്പോയിലറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അലോയ് വീലും അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് ഒരു വണ്ടിയാണ്. ഫ്രണ്ടിൽ ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ബമ്പറിനൊരു ഗാർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉള്ള വണ്ടിയാണ് ഈ ഇരിക്കുന്ന മാസ്റ്റി. അപ്പോൾ ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ ഹോട്ട് വീൽസിൻ്റെ. അപ്പോൾ ഇത് ഞാൻ പല സമയങ്ങളിൽ മേടിച്ചതെന്ന് പറഞ്ഞു. പല സമയങ്ങളിൽ എന്ന് വെച്ചാൽ ഇന്ന് പോയാൽ ഞാൻ നാളെയും പോവും. അങ്ങനെ മേടിച്ച വണ്ടികളാണ് ഈ കാണുന്ന മൊത്തവും. സോ സ്റ്റോക്ക് എപ്പോൾ വരുന്നു അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് ചോദിക്കും. അങ്ങനെ മിക്ക കടലിലും ഞാൻ വിളിച്ച് ചോദിക്കും. അപ്പം കിഡ്സിൻ്റെ ഒക്കെ മിക്ക കടലിലും ഇപ്പോൾ കാണും. കോട്ടയത്ത് അങ്ങനെ ലുലുവിൽ മാത്രമേ ഇത് വരാറുള്ളൂ, പലയിടത്തും തിരക്കി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ഞാൻ അൺഗാർഡ് ചെയ്യാൻ ഇതുവരെ പ്ലാൻ ഇല്ല. ചില വണ്ടികളൊക്കെ ഞാൻ അൺഗാർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് അൺഗാർഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അൺഗാർഡ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. തൽക്കാലം ഇതിങ്ങനെ കാർഡിൽ തന്നെ സൂക്ഷിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ അങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് കാർഡിൽ നിന്ന് പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വരും. ഒന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ നിർബന്ധം കാരണം, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഏതെങ്കിലും രാത്രിയിൽ ഭ്രാന്ത് കയറുമ്പോൾ ഞാൻ തന്നെ പൊട്ടിച്ച് പോകും.